ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റേറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലേക്കായി 2024 നടത്തിയ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ 80 GK ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണിത്? ഓപ്ഷൻസ്: ഡൽഹൌസി പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം ബെൻഡിക് പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു. ആൻസർ വരുന്നത് വില്യം ബെൻഡിക് പ്രഭു. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭുവാണ്. വില്യം ബെൻഡിക് പ്രഭുവിനെ പറ്റിയുള്ള 2-3 റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പഠിക്കാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭു. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭു. ബംഗാൾ റെഗുലേഷൻ 17 എന്ന നിയമത്തിലൂടെ 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ റെഗുലേഷൻ 17 എന്ന നിയമത്തിലൂടെ 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു പോയിന്റാണ് പെൺ ശിശുഹത്യ, നരബലി എന്നിവ നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലും വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ബംഗാൾ റെഗുലേഷൻ 17 എന്ന നിയമത്തിലൂടെ 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കി പെൺ ശിശുഹത്യ, നരബലി എന്നിവ നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലും വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക് പ്രഭുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻസ്: കാൺപൂർ കേന്ദ്രമായി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. രണ്ടാമത്തത്: ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിൽ ശരി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശരി ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ 1, 2 ശരി. 1 എന്ന് പറയുന്നത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അത് ശരിയാണ്. രണ്ടാമത്തത് ബീഗം ഹസ്രത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ഈ 2 ഓപ്ഷനാണ് ശരി. ഇനി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 1857 കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരനാണ് VD സവർക്കർ. 1857 കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ VD സവർക്കർ. 1857 വിപ്ലവ സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാന്ന് നോക്കാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. ഗ്വാളിയർ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. ബുന്ദേൽഖണ്ഡ് ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. ആഗ്ര, അയോധ്യ, ലക്നൗ, ഔധ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫിറോസാബാദിൽ മൗലവി അഹമ്മദ് ഷാ. ജഗദീർപൂർ, ബീഹാർ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ഒന്നുകൂടെ പറയാം. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ്, ജനറൽ ഭക്ത് ഖാൻ. ഗ്വാളിയോർ റാണി ലക്ഷ്മിബായ് താന്തിയ തോപ്പി. ബുന്ദേൽഖണ്ഡിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ്. ആഗ്ര, അയോധ്യ, ലക്നൗ, ഔധ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫിറോസാബാദിൽ മൗലവി അഹമ്മദ് ഷാ. ജഗദീർപൂറിലും ബീഹാറിലും 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗഡ് വിളംബരം. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളുടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ പുറപ്പെടുവിച്ച വിളംബരം അസംഗഡ് വിളംബരമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. ഓപ്ഷൻസ്: ഇന്ത്യൻ അൺട്രസ്റ്റ്, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യൻ സ്ട്രഗിൾ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതിൽ ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകമാണ് ചോദിച്ചത്. ആൻസർ: പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വാലന്റൈൻ ഷിറോളാണ്. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. ബ്രിട്ടനിലെ ഇന്ത്യയിലെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധിയാണ് ദാദാഭായ് നവറോജി. ഈ ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യ അനൗദ്യോഗിക പ്രതിനിധിയായിരുന്നു ദാദാഭായ് നവറോജി. കൊളോണിയൽ ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണം വെളിപ്പെടുത്തിക്കൊണ്ട് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം 1901 ദാദാഭായ് നവറോജി പ്രസിദ്ധീകരിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഓപ്ഷൻസ്: സത്യശോധക് സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, അലിഗഡ് പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. 19-ാം നൂറ്റാണ്ടിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് അലിഗഡ് പ്രസ്ഥാനമാണ്. 19-ാം നൂറ്റാണ്ടിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വ്യക്തിയും സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. അതുപോലെ 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ INC-ക്കെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. 1888 INC-ക്കെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്തുൽ അക്ബർ, സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് മിറാത്തുൽ അക്ബറും സംബാദ് കൗമുദിയും. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് മിറാത്തുൽ അക്ബർ, സംബാദ് കൗമുദി. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പറയാം. ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രചാരകനും രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് 1821 ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് സംബാദ് കൗമുദി. ബംഗാളി ഭാഷയിലാണ് രാജാറാം മോഹൻ റോയ് സംബാദ് കൗമുദി എന്ന പത്രം പുറത്തിറക്കിയത്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാത്തുൽ അക്ബർ. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് പുറത്തിറക്കിയതെങ്കിൽ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ് പുറത്തിറക്കിയത്. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രചാരകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സംബാദ് കൗമുദി പറഞ്ഞു ബംഗാളി ഭാഷയിലാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ. ദർസർ സാഹിബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഇതൊരു PYQ ആണ്. ദർസർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരനാണ് ഈ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനത്തിൻ്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്.
അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലം കോഴിക്കോടാണ്. അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ ആരംഭിച്ചത് കോഴിക്കോട് 1898 കേരളത്തിൽ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ അയ്യത്താൻ ഗോപാലനാണ്. ദർസർ സാഹിബ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലം കോഴിക്കോട്. ഒരൊറ്റ പോയിന്റോടെ പറയാം. ബ്രിട്ടീഷ് സർക്കാർ 1917 പരമോന്നത സിവിലിയൻ പദവിയായ റാവു സാഹിബ് പട്ടം നൽകി ആദരിച്ച കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1917 ബ്രിട്ടീഷ് സർക്കാർ പരമോന്നത സിവിലിയൻ പദവിയായ റാവു സാഹിബ് പട്ടം നൽകി ആദരിച്ച കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. 1821 കുറിച്യ കലാപം എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ കുറിച്യ കലാപത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെട്ട ഒരു കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1812 കുറിച്യർ കലാപം നടന്ന വർഷം 1812. ക്വസ്റ്റ്യനിൽ 1821 എന്നാണ് തന്നത്, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്നു രാമനമ്പി. രാമനമ്പിയെ ബ്രിട്ടീഷർ വധിച്ചത് 1812 മെയ് 1 കുറിച്യ കലാപം നടന്നത് 1812 1812 മെയ് 1 രാമനമ്പിയെ വധിച്ചു. ബ്രിട്ടീഷർ കുറിച്യ കലാപം പൂർണ്ണമായും അടിച്ചമർത്തിയത് 1812 മെയ് 8 ആകുമ്പോഴേക്ക് കുറിച്യ കലാപം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ഒരു കോട്ടുണ്ട്: ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? TH ബേബറാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ്: കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തിരുവനന്തപുരം. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സബർമതി എന്നാണ് ശബരിഗിരി ആശ്രമം അറിയപ്പെടുന്നത്. കേരള സബർമതി എന്നാണ് ശബരിഗിരി ആശ്രമം അറിയപ്പെടുന്നത്. ശബരിഗിരി ആശ്രമം സ്ഥാപിച്ച വ്യക്തി TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ 1922 ശബരിഗിരി ആശ്രമം സ്ഥാപിച്ചത്. ശബരിഗിരി ആശ്രമത്തെ കേരള സബർമതി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജിയാണ്. ശബരിഗിരി ആശ്രമത്തെ കേരള സബർമതി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി. തെക്കേ ഇന്ത്യയിലെ സബർമതി എന്നറിയപ്പെടുന്നതും ശബരിഗിരി ആശ്രമം തന്നെയാണ്. ശബരിഗിരി ആശ്രമം പാലക്കാടാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഓപ്ഷൻസ്: വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അമരാവതി സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം. അപ്പോൾ EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയും EV രാമസ്വാമി നായ്ക്കരാണ്. തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയും EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കരെ തന്നെയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ഉം 11ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 12 നോക്കാം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. ഓപ്ഷൻസ്: ഇറ്റലി, കാനഡ, ഇംഗ്ലണ്ട്, ഇന്ത്യ. ആൻസർ: ഇറ്റലി. 2024 G7 ഉച്ചകോടി നടന്ന രാജ്യമാണ് ഇറ്റലി. 2025 51ാമത് G7 ഉച്ചകോടി വേദിയാവുന്ന രാജ്യമാണ് കാനഡ. 2025 51ാമത്തെ G7 ഉച്ചകോടി വേദിയാവുന്ന രാജ്യം കാനഡയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഓപ്ഷൻസ്: സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സഞ്ചരിക്കുവാനുള്ള അവകാശം, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണ് ചോദിച്ചത്. ഓപ്ഷൻ A സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സ്വത്ത് അവകാശം
മൗലികാവകാശമല്ലാതായി തീരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1978 44 ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 1978 44 ഭേദഗതി. സ്വത്തവകാശം ആദ്യം ഉൾപ്പെട്ടിരുന്ന വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 31 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കപ്പെട്ട സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 എഫും ആർട്ടിക്കിൾ 31 ആദ്യം ഉണ്ടായിരുന്നത്. സ്വത്തവകാശം നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ ഭാഗം 12 ആർട്ടിക്കിൾ 300A. നിലവിൽ സ്വത്തവകാശം ഒരു ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. നിലവിൽ സ്വത്തവകാശം ഒരു ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. 44 ഭേദഗതി നിയമം നടപ്പിലാകുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 44 ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധന നിയമം ഉണ്ടായത് 1986. ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന തീയതി 1986 ഡിസംബർ 23. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ, ഖനികൾ, അപകടകരമായ വ്യവസായങ്ങൾ തുടങ്ങിയതിൽ നിന്നൊക്കെ തൊഴിലെടുപ്പിക്കുന്ന നിരോധിക്കുന്ന നിയമമാണ് ബാലവേല നിരോധന നിയമത്തിൽ പറയുന്നത്. ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ 12. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക്. റഗ്മാർക്ക് ഇപ്പോൾ ഗുഡ് വീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഓപ്ഷൻസ്: സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും, മുൻസിഫ് കോടതി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സമീപിക്കാവുന്ന കോടതി ഏതാണ്? ആൻസർ: സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് സമീപിക്കാവുന്നതാണ്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും ഒരു പൗരന് സാധിക്കും. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്, പ്രിയാമ്പിൾ എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ രക്തം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഇന്ത്യയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധമുള്ളത്, ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത്, സി ധനബില്ലുമായി ബന്ധപ്പെട്ടത്, ഡി പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ചുള്ളത്. ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ അവസാനത്തെ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യയുടെ അവസാനത്തെ ഭേദഗതി. 18ാമത്തെ ക്വസ്റ്റ്യൻ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. അതിലെ ഏതാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ആൻസർ വരുന്നത് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. 1, 3 ആണ് ആൻസർ വരുന്നത്. 2, 3 റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി.
നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 74 ഇടയിലാണ്. 1969 74 ഇടയിലാണ്. ലക്ഷ്യങ്ങൾ പറയുകയാണെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ സ്ഥിരത കൈവരിക്കുക, സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക, സാമ്പത്തിക മേഖലയിലെ ദുർബലമായ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻസ്: സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ആൻസർ വരുന്നത് ആൻസർ സി 1, 2, 3 ശരിയാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളാണ് അനുരഞ്ജനം, സൈനിക നടപടി, ലയനക്കരാർ. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ലയനക്കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. കാശ്മീർ ലയനക്കരാർ വഴിയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1947 ഒക്ടോബർ 26 കാശ്മീരിനെ ലയനക്കരാർ വഴിയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. അതുപോലെ ജുനഗഡിനെ 1948 ഫെബ്രുവരി 20 ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടു. ജുനഗഡിനെ ജനഹിത പരിശോധനയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് 1948 ഫെബ്രുവരി 20. സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട പ്രദേശമാണ് ഹൈദരാബാദ്. അപ്പം ലയനക്കരാർ വഴി കാശ്മീരും ജനഹിത പരിശോധനയിലൂടെ ജുനഗഡും സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട പ്രദേശമാണ് ഹൈദരാബാദ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി 1948 നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി 1948 നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉള്ള കാരണമാണ് ഡിലീഷൻ വന്നത്. എന്തായാലും നമുക്ക് 2-3 കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ 3ാമത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അതേപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തതും കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷന്റെ അധ്യക്ഷനാണ് ഡോക്ടർ DS കോത്താരി. ഒരു പോയിന്റ് കൂടെ പറയാം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആദ്യമായി ശുപാർശ ചെയ്ത കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആദ്യമായി ശുപാർശ ചെയ്യപ്പെട്ട കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഓപ്ഷൻസ്: ചന്ദ്രയാൻ 1, മംഗൾയാൻ, ഗഗൻയാൻ, ചന്ദ്രയാൻ 2. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ അനന്ത, ഓപ്പറേഷൻ സഫേദ് സാഗർ, ഓപ്പറേഷൻ മേഘദൂത്. ആൻസർ വരുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. ഇനി കുറച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ പഠിക്കാം. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വിജയ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ തൽവാർ. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാനായി 1986 1988 ഇന്ത്യൻ സൈന്യം നടത്തിയ മുന്നേറ്റങ്ങൾ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ മഞ്ഞുമല നിയന്ത്രണത്തിലാക്കുന്നതിനായി 1984 ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ആൻസർ: മനു ഭാക്കർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്?
മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ഹുഗ്ലി നദിയാണ്. ഉദ്ഘാടനം ചെയ്തത് 2024 മാർച്ച് 6 നരേന്ദ്രമോദിയാണ്. കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കപ്പെടുന്ന നഗരങ്ങൾ ഹൗറ ടു കൊൽക്കത്തയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്ക്, സസ്കർ, കാറക്കോറം, സിവാലിക്. ആൻസർ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരകളിലാണ്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് കാറക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ അറിയപ്പെടുന്ന പർവ്വതനിര കാറക്കോറം. അഫ്ഗാനിസ്ഥാനുമായും ചൈനയായിട്ടും ഇന്ത്യക്ക് അതിർത്തി രൂപപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പർവ്വതനിരയാണ് ഈ കാറക്കോറം. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാക്കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റമായി ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാറക്കോറം പർവ്വതനിര. കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ എർസ്റ്റിൻ. ഉയരം 8611 മീറ്ററാണ്. കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻസ്: ഇരുമ്പ്, അലുമിനിയം, സിങ്ക്, സൾഫർ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെമ്മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാൾവ പീഠഭൂമിയിലും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും പൊതുവെ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ സംയുക്തമാണ് അയൺ ഓക്സൈഡ്. ചെമ്മണ്ണ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ചെമ്മണ്ണ് ധാരാളമായിട്ട് കാണുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ്: മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ്. പഴയ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ജീര, ഇന്ദ്രാവതി, പൊൻഗംഗ, പ്രാണഹിത, പൂർണ്ണ, ശബരി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ജീര, ഇന്ദ്രാവതി, പൊൻഗംഗ, പ്രാണഹിത, പൂർണ്ണ, ശബരി. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻസ്: 2003, 2002, 2001, 2004. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 2003. 29ാമത്തെ ക്വസ്റ്റ്യൻ, ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ആൻസർ വരുന്നത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആൻസർ: ഇന്ദിരാഗാന്ധി. 1975 ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ചത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ: മമ്മൂട്ടി. 32ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. 33ാമത്തെ ക്വസ്റ്റ്യൻ, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ: പത്തനംതിട്ട ജില്ല. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല.
ഇനി കേരളത്തിലെ കുറച്ച് ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ജില്ലയിലാണ് നോക്കാം. നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിൽ, കല്ലട കൊല്ലം, ചാലക്കുടി തൃശ്ശൂർ ജില്ലയിൽ, പീച്ചി തൃശ്ശൂർ ജില്ല, വാഴാനി തൃശ്ശൂർ ജില്ല. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട് ജില്ലയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട് ജില്ലയിൽ. പോത്തുണ്ടി, മലമ്പുഴ, വാളയാർ, മീൻകര, മംഗലം, ചീരക്കുഴി എന്നീ ജലസേചന പദ്ധതികൾ പാലക്കാട് ജില്ലയിലുമാണ്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ആൻസർ വരുന്നത് 2018. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 2018. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ കുറച്ചെണ്ണം നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന, ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ, ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോർണിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്, ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്. ഓപ്ഷൻസ് മല്ലി, രേഷ്മ, സുമതി, കിരൺ. നോവലിലെ കഥാപാത്രമല്ലാത്ത ആളെയാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് സുമതി. സുമതി റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ്റെ നോവലിൽ ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് സുമതി. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ആൻസർ വരുന്നത് 30%. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതിയാണ് 30%. 37ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് വയനാട് ജില്ലയിൽ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ് മൺസൂൺ വനങ്ങൾ. 38ാമത്തെ ക്വസ്റ്റ്യൻ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ആലപ്പുഴ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ദ്വീപുകൾ കുറച്ച് നോക്കാം. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്നതും പാതിരാമണൽ ദ്വീപാണ്. വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് പ്രശസ്ത ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി ദ്വീപ്, കുമരകം ദ്വീപ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. ഓപ്ഷൻസ് അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി, വേമ്പനാട്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ് ശാസ്താംകോട്ട കായൽ. പിന്നെ നീരാളി അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. അപ്പോൾ കുറച്ച് വന്യജീവി സങ്കേതങ്ങളും കൊടുത്തിട്ടുണ്ട്, സംരക്ഷിത ജീവികളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാച്ച് ചെയ്യാം. ശരിയായ ആൻസറാണ് പറയാൻ പോകുന്നത്. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയം. റീഡ് തവളകൾ കക്കയം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിൽ. വരയാട് കാണപ്പെടുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. വരയാട്, ഇരവിക്കുളം. 2-3 റിലേറ്റഡ് ഫാക്ട്സും കൂടെ നോക്കാം. നക്ഷത്ര ആമകൾ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. നക്ഷത്ര ആമകളെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ 2ാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന
കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 3. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോൾ. 4ാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് എല്ലാം ശരിയാണ്. ഏതൊക്കെ ആൻസർ നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്, അത് ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്, അതും ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോൾ, അത് ശരിയായ ഓപ്ഷനാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്, ഇതും ശരിയാണ്. അപ്പോൾ തന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. 2. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. 3. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. 4. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇതിൽ ശരിയായ ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്, അത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഈ 2 ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ശരിയായ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡിലീഷൻ വന്നത്. ആൻസർ നോക്കാം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്. പെരിയാറിൻ്റെ നീളം വരുന്നത് 244 കിലോമീറ്റർ ആണ്. ഈ 244 എന്നത് ഓപ്ഷനിൽ വരാത്തതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയത്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. ശിവഗിരി മല തമിഴ്നാട് നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള കേരളത്തിലെ ഒരു നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, പെരുന്തേനാർ, മുതിരപ്പുഴയാർ, തോട്ടയാർ, ഇടമലയാർ, പെരിഞ്ഞാൻ കുത്തിയാർ. ഇത്രയാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ. പ്രധാന പോഷക നദികൾ മുല്ലയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, പെരുന്തേനാർ, മുതിരപ്പുഴയാർ, തോട്ടയാർ, ഇടമലയാർ, പെരിഞ്ഞാൻ കുട്ടിയാർ. ഇത്രയാണ് പ്രധാന പോഷക നദികൾ പെരിയാറിൻ്റെ. തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇതിൽ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 1ഉം 3ഉം ആണ് ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ലോകസഭയല്ല, രാജ്യസഭയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ, അതും രാജ്യസഭയാണ്, ലോകസഭയല്ല. അപ്പോൾ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ 1ഉം 3ഉം ആണ്. അപ്പോൾ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നതാണ് ലോകസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. ലോകസഭയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 81 ലോകസഭയെ പറ്റി പ്രതിപാദിക്കുന്നത്. ലോകസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ചോദിച്ചാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ലോകസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരമാണ്. 45ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യനാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. അപ്പം ശരിയായ ആൻസർ പറയാം. കൃതികളും രചയിതാക്കളുമാണ് ചേരുംപടി ചേർക്കാനുള്ളത്. ശരിയായ ആൻസറാണ് പറയാൻ പോകുന്നത്. വരാഹമിഹിരൻ ലഘുജാതകം. വരാഹമിഹിരൻ ലഘുജാതകം. കാളിദാസന്റെ കൃതിയാണ് വിക്രമോർവശീയം. കാളിദാസൻ വിക്രമോർവശീയം. വിശാഖദത്തൻ മുദ്രാരാക്ഷസം. വിശാഖദത്തൻ മുദ്രാരാക്ഷസം. ശൂദ്രകൻ മൃച്ഛഘടികം. ശൂദ്രകൻ മൃച്ഛഘടികം. 47ാമത്തെ ക്വസ്റ്റ്യൻ. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ആൻസർ വരുന്നത് PSLV C-57. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനമാണ് PSLV C-57.
ആദിത്യ L1 പ്രോജക്റ്റ് ഡയറക്ടറാണ് നിഗർ ഷാജി. ആദിത്യ L1 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ SR ബിജു. 48ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ അഗസ്റ്റേ കോംറ്റെ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റേ കോംറ്റെ. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ആൻസർ വരുന്നത് തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ആൻസർ തെക്കേ അമേരിക്ക. 50ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണും വെളിച്ചവും ജീവൻ്റെ ഉറവിടം എന്ന 2023 സന്ദേശം ഏത് ദിനത്തിൻ്റെതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മണ്ണും വെളിച്ചവും ജീവൻ്റെ ഉറവിടം എന്നത് 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ സന്ദേശമാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം? ആൻസർ പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസിൻ്റെ ജന്മസ്ഥലമാണ് പോർച്ചുഗൽ. 52ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻസ് വായിക്കാം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 2 വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. 3 ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഇതിൽ ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ ബി 1, 2, 3. 3 പ്രസ്താവനകളും ചെറുകുടലുമായി ബന്ധപ്പെട്ടതാണ്. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്നു, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത്. 54ാമത്തെ ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് ജീവകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ജീവകം എ. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നത്. ജീവകം എയുടെ സ്രോതസ്സുകൾ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് കരോട്ടിനോയിഡുകൾ. ജീവകം എയുടെ സ്രോതസ്സുകളെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് കരോട്ടിനോയിഡുകൾ. നാഡീകോശത്തിലെ മൈലിൻ ഷീറ്റിൻ്റെ ആവരണം നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ജീവകമാണ് ജീവകം ഇ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ജീവകം എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാവാത്ത അവസ്ഥയെ നിശാന്തത എന്നാണ് അറിയപ്പെടുന്നത്. ജീവകം എയുടെ അഭാവത്തിൽ നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥ അറിയപ്പെടുന്നത് സിറോഫ്താൽമിയ എന്നാണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? 1988. 1988 ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988. ഇന്ത്യയിൽ ആദ്യമായി വനം വകുപ്പ് സ്ഥാപിതമായ വർഷം 1864. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനം വകുപ്പ് സ്ഥാപിതമായ വർഷം 1864. സെൻട്രൽ ഫോറസ്ട്രി ബോർഡ് രൂപീകൃതമായ വർഷം 1950. സെൻട്രൽ ഫോറസ്ട്രി ബോർഡ് രൂപീകൃതമായത് 1950. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. മറക്കരുത്, തെറ്റിപ്പോരുത്. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. 57ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ആൻസർ വരുന്നത് IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടന എന്നറിയപ്പെടുന്നത് IUCN ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടനയാണ് IUCN. വേൾഡ് കൺസർവേഷൻ യൂണിയൻ എന്നറിയപ്പെട്ടിരുന്ന പ്രകൃതി സംരക്ഷണ സംഘടനയായിരുന്നു IUCN. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ. 2026 അസർബൈജാൻ. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയും 2025 ദക്ഷിണ കൊറിയ, 2026 അസർബൈജാനുമാണ്.
മരുവൽക്കരണം വരൾച്ച പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ദിനമാണ് ജൂൺ 17. മരുവൽക്കരണം വരൾച്ച പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ദിനം ജൂൺ 17 ആണ്. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി സിംബാബ്വെ പുറത്തിറക്കിയ പുതിയ കറൻസിയുടെ പേര് എന്താണ്? ആൻസർ വരുന്നത് സിഗ്, ZIG. സിംബാബ്വെ പുറത്തിറക്കിയ പുതിയ കറൻസിയാണ് സിഗ്, ZIG. സിഗിൻ്റെ പൂർണ്ണരൂപം സിംബാബ്വെ ഗോൾഡ്. 2024 ഏപ്രിൽ 8 സിഗ് സിംബാബ്വെയുടെ ഔദ്യോഗിക കറൻസിയായി നിലവിൽ വന്നത്. 2024 ഏപ്രിൽ 8 സിംബാബ്വെ ഗോൾഡ് എന്ന പുതിയ കറൻസി നിലവിൽ വന്നത്. അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. 61ാമത്തെ ക്വസ്റ്റ്യൻ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ് രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ് രാസോർജം. 62ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദം എന്ന് പറയുന്നത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ്. 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ശബ്ദം. തിമിംഗലങ്ങളും കണ്ടാമൃഗങ്ങളൊക്കെ ആശയവിനിമയം നടത്തുന്നത് ഇൻഫ്രാസോണിക് ശബ്ദത്തിലൂടെയാണ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് ശബ്ദം. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങൾ അൾട്രാസോണിക് ശബ്ദമാണ്. 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദം. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇര പിടിക്കുന്ന ജീവിയാണ് വവ്വാല്. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടെ പറയാം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. അത് ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കുന്നില്ല, അതുപോലെ നശിപ്പിക്കുന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിൽ തന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ 2 മാത്രമാണ് ശരി. എല്ലാ അയിരും ധാതുക്കളാണ്. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എല്ലാ അയിരും ധാതുക്കളാണ് എന്ന പ്രസ്താവന മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ ശരിയായിട്ടുള്ളത്. 65ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ആൻസർ വരുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. അതുപോലെ 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 66ാമത്തെ ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. 3 പേർക്കാണ് ലഭിച്ചത്. 2023 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. 67ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിക്കുകയാണെങ്കിൽ തൈറോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡുമാണ്. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവവും കരളാണ്. ഇനി നമുക്ക് 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഓപ്ഷൻസ് ക്ഷയം, മലമ്പനി, എലിപ്പനി, എയ്ഡ്സ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ആൻസർ വരുന്നത് മലമ്പനി. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയെയാണ്.
69ാമത്തെ ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ആൻറ്റിബോഡികൾ പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG ആണ്. EEG കണ്ടെത്തിയ ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേർജർ. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പാക്കപ്പെട്ട കർമ്മ പദ്ധതിയുടെ പേര്. ആൻസർ വരുന്നത് കർസാപ്പ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധത്തിനായി കേരള സർക്കാർ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് കർസാപ്പ്. കർസാപ്പിൻ്റെ പൂർണ്ണരൂപം കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ആൻസർ പ്ലാസ്മോഡെസ്മേറ്റ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോഡെസ്മേറ്റ. 73ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ആൻസർ നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരിയാണ് നെഗ്ലേറിയ ഫൗലേറി. 74ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം. ആൻസർ പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ വായിക്കാം. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 3 ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. 4 പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് പറയുന്നത്. പോർട്ടൽ സിരയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. അതായത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഈ 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. 77ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ആൻസർ നിലമ്പൂർ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ. കേരളത്തിലെ ആദ്യ സ്ത്രീധന രഹിത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നതും നിലമ്പൂരാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം നിലമ്പൂർ. നിലമ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചാലിയാർ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നിലമ്പൂർ. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 78ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ആൻസർ അസം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് അസം. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്ന് വിശേഷണമുള്ളത് അസമിനാണ്. ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്നത് അസം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്കും ആനകൾക്കും പ്രസിദ്ധമായ അസമിലെ ദേശീയോദ്യാനമാണ് കാസിരംഗ ദേശീയോദ്യാനം. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്കും ആനകൾക്കും പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് അസമിലെ കാശിരംഗ ദേശീയോദ്യാനം. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ആൻസർ നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്നത് നാഗാലാൻഡ് ആണ്. അസം റൈഫിൾസിൻ്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വന്ന സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ് നാഗാലാൻഡിലെ ഗോനോമയാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ്. LGSൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 GK ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.